ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു RKNX. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ സെഷനാണ്. പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം കാണുക. തിയറി ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Question number 1. A glass prism 1.5 refractive index is dipped in water 4/3 as shown in the figure. A light ray is incident normally on the surface AB. It reaches the surface BC after totally reflected if. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിരിക്കുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം 1.5 അല്ലെങ്കിൽ 3/2 എന്നാണ് തന്നിരിക്കുന്നത്. 1.5 എന്ന് പറഞ്ഞാൽ 3/2 അല്ലേ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസത്തിന് ഞാൻ ഗ്ലാസ് എടുക്കുക കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 4/3 ആണ്. നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ ഈ വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഗ്ലാസും വാട്ടറും ചേരുന്ന സ്ഥലത്താണ്. നോക്കിക്കേ, ഗ്ലാസ് വാട്ടർ ഇന്റർഫേസിലാണ് ഈ റേ ഓഫ് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ഗ്ലാസും വാട്ടറും ചെന്ന് മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലേ. ദാ ഇവിടെ ഗ്ലാസും വാട്ടർ ഇന്റർഫേസിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആദ്യം കണ്ടുപിടിച്ച് വയ്ക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് നമുക്കറിയാം 3/2, വാട്ടർ നമുക്കറിയാം 4/3. റെസിപ്രോക്കൽ എടുത്താൽ 9/8 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 9/8 ആണ് കേട്ടോ. ഈ ക്വസ്റ്റനിൽ ത്രൂ ഔട്ട് എ ലൈറ്റ് റേ ഈസ് ഇൻസിഡന്റ് നോർമലി ഓൺ ദ സർഫസ് AB. ഒരു ലൈറ്റ് റേ AB എന്ന് പറയുന്ന സർഫസിൽ വന്ന് വീഴുന്നു. ദാ ഇങ്ങനെ വന്ന് വീഴുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഇറ്റ് റീച്ചസ് ദ സർഫസ് BC ആഫ്റ്റർ ടോട്ടലി റിഫ്ലക്റ്റഡ്. ഈ റേ BCയിലോട്ട് വരണം. കണ്ടോ, ഇങ്ങനെ വരണം. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന റേ ഇങ്ങനെ പോകുന്നതാണ് അല്ലേ, റിഫ്രാക്ഷൻ നടക്കുന്ന. പക്ഷെ ഇവർ പറയുന്ന അനുസരിച്ച് റേ ഇങ്ങനെ വരണം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. ഞാനത് വരയ്ക്കാം കേട്ടോ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ദാ റേ ഇതുപോലെ ഇങ്ങോട്ട് പോരണം. അതാണ് അവർ പറയുന്ന കണ്ടീഷൻ. കണ്ടോ, അവർ പറയുന്ന കണ്ടീഷൻ ഇതാണ്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ വരച്ചിരിക്കുക കേട്ടോ. ഇങ്ങനെ വരണം. അപ്പം ഞാനിവിടെ ഒരു നോർമൽ ആദ്യം ഒന്ന് വരയ്ക്കാവേ. നോർമൽ ഇതുപോലെ വരച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്കൊരു കാര്യം അറിയാം, ഈ ആംഗിൾ തീറ്റയാണ്. ഇത് 90 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കണം? 90 മൈനസ് തീറ്റ വരണം. അതെന്താ കാര്യം എന്നറിയോ? ഒരാംഗിൾ തീറ്റയാ, അടുത്ത ആംഗിൾ 90യാ, മൂന്നാമത്തെ ആംഗിൾ 90 മൈനസ് തീറ്റ വന്നെങ്കിലേ ഇവരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റയും കട്ട് ചെയ്തിട്ട് 180 കിട്ടുള്ളൂ. കാരണം ഈ കാണുന്ന കുഞ്ഞ് ട്രയാങ്കിളിൽ സം ഓഫ് ആംഗിൾസ് 180 വരണ്ടേ. അതിന് ഒരാംഗിൾ തീറ്റയാണെങ്കിൽ അടുത്ത ആംഗിൾ 90 ആണെങ്കിൽ ഇതെത്രയായിരിക്കണം? അത് 90 മൈനസ് തീറ്റ ആയിരിക്കണം. അത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഞാൻ കണ്ണും പൂട്ടി എനിക്ക് പറയാം ഇത് തീറ്റ ആയിരിക്കും. എന്താ കാര്യം എന്നറിയോ? ഈ നിൽക്കുന്ന ആംഗിൾ നോക്ക്, ഇത് 90യാ. അതിൽ ഒരാൾ 90 മൈനസ് തീറ്റ വന്നാൽ അടുത്തയാൾ തീറ്റ വന്നേ പറ്റൂ. കാരണം എന്നാലേ തീറ്റയും കട്ട് ചെയ്തിട്ട് ടോട്ടൽ 90 വരുള്ളൂ അല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയ എന്താണെന്നറിയോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. തീറ്റ എന്ന് കിട്ടി. കണ്ടോ, നോക്കിക്കേ, ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയാണെന്ന് മനസ്സിലായി. ഓക്കെ, നമുക്കിനി ചെയ്യാം കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 9/8 ആണെന്നും അറിയാം. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് TAR നടക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. TAR ഹാപ്പൻസ് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം അല്ലേ. അപ്പോൾ രണ്ടിടത്തും സൈൻ കൊടുത്താൽ സൈൻ I ഗ്രേറ്റർ ദാൻ സൈൻ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. ഇവിടെ I എന്ന് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ തീറ്റ എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തീറ്റ കൊടുക്കുക കേട്ടോ, തീറ്റ കൊടുക്കുക. അപ്പോൾ സൈൻ ഓഫ് തീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ C എന്ന് പറഞ്ഞാൽ 1/n ആണ്. സൈൻ C ഈസ് ഈക്വൽ ടു 1/n ആണ്. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ 1/n. n വാല്യൂ നമ്മൾ ഇപ്പുറത്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 9/8 എന്ന്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 9/8. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 8/9 വരും. സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ 8/9 വരും. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിരുന്നു, പാർട്ട് 1 പറഞ്ഞിരുന്നു, ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് മാത്രമല്ല ഈക്വൽ ടു എന്ന് പറയുന്നതും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻ തന്നെയാണ്. മനസ്സിലായോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസേ ഇതാ നോക്കിക്കേ, ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ ആയാലും നമ്മൾ അതിനെയും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ തന്നെ പറയുക. അപ്പോൾ നമ്മളിത് ചെയ്തത് ഗ്രേറ്റർ ദാൻ വെച്ചിട്ടാണ്, പക്ഷേ എൻഡിൽ നമുക്ക് ഈക്വൽ ടുവും കൂടി കൊടുക്കാം. എന്താ കാര്യം? നമ്മൾ ഇതിനെ മാത്രമല്ല TAR എന്ന് പറയുന്നത്, തിരിച്ചു വരുന്നത് മാത്രമല്ല, ആ സർഫസിനെ ഗ്രേസ് ചെയ്യുന്നതിനെയും TAR എന്ന് തന്നെ പറയുക.
അതുകൊണ്ടാണ് ഞാനിവിടെ എല്ലായിടത്തും ഈക്വൽ ടു എന്നുള്ളൊരു കണ്ടീഷൻ കൂടി കൊടുത്തത് കേട്ടോ. അപ്പോൾ സൈൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ആൻസർ ഇങ്ങനെയായിരുന്നു, സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ 8/9. പക്ഷേ ഞാനിവിടെ എല്ലായിടത്തും ഈക്വൽ ടു കൊടുക്കാം. സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8/9 എന്ന് വരും. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എ ഫിഷ് ലുക്കിംഗ് അപ്പ് ത്രൂ ദ വാട്ടർ സീസ് ദ ഔട്ട്സൈഡ് വേൾഡ് കണ്ടെയ്ൻഡ് ഇൻ എ സർക്കുലർ ഹൊറൈസൺ. ഇത് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു. If the refractive index of water is 4/3 and the fish is 12 centimeters below water, the radius of the circle is. അപ്പോൾ ഇവിടെ വാട്ടർ ഇങ്ങനെ കിടക്കുന്നുണ്ട്, വാട്ടർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഫിഷ് ഇതുപോലെ കിടക്കുക, ഇങ്ങനെ താഴെ ഒരു ഫിഷ് കിടക്കുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ, ഈ ഫിഷ് കാണുന്ന ഔട്ട്സൈഡ് വേൾഡ് അതിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇന്നലെ നമ്മളത് പറഞ്ഞിരുന്നു, കഴിഞ്ഞ പാർട്ട് 1 അത് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഫിഷ് കാണുന്നത് എപ്പോഴും ഒരു സർക്കുലർ ഹൊറൈസൺ ആയിരിക്കും, സർക്കുലർ ആയിട്ടായിരിക്കും ഔട്ട്സൈഡ് വേൾഡിനെ കാണുക. ഇതുപോലെ കണ്ടോ, ഈ സർക്കുലർ വേൾഡിൻ്റെ റേഡിയസ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. റേഡിയസിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു. റേഡിയസിൻ്റെ ഇക്വേഷൻ ഇതാണ്, d/√(n²-1). ഇവിടെ d എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ് കേട്ടോ. ഇവിടെ നിൽക്കുന്ന ഡെപ്ത് 12 സെൻറ്റിമീറ്റേഴ്സാണ്. ഞാൻ മീറ്ററിലോട്ടൊന്നും മാറ്റുന്നില്ല കേട്ടോ. /4/3 ആണ് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. 4/3² അപ്പോൾ 12/√(4/3) സ്ക്വയർ 16/9 സോ 12/9 ഇങ്ങോട്ട് LCM എടുത്തു കഴിഞ്ഞാൽ 16 - 9 7 വരും കേട്ടോ. 7/9 എന്ന് വരും. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ 12 × √9 മോളിൽ പോകുമ്പോൾ 3/√7. 12 × 3 36/√7 ആൻസർ വരും. 36/√7. ഓക്കെ, ഇവിടെ ഓപ്ഷൻ വരുന്നത് 36/√7, ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. എ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് 4 meters ബിലോ ദ സർഫസ് ഓഫ് വാട്ടർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3. ദ മിനിമം ഡയമീറ്റർ ഓഫ് എ ഡിസ്ക് വിച്ച് ഷുഡ് ബി പ്ലേസ്ഡ് ഓവർ ദ സോഴ്സ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ ടു കട്ട് ഓഫ് ഓൾ ദ ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് വാട്ടർ ഇസ്. അപ്പോൾ ഇവിടെ വാട്ടർ ഇതുപോലെയുണ്ട്, ഇതാണ് വാട്ടർ കേട്ടോ. വാട്ടർ ഇതുപോലെയുണ്ട്, കണ്ടോ, ഇങ്ങനെ വാട്ടർ ഞാൻ വരച്ചിട്ടുണ്ട്. താഴെ ഒരു ബൾബ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബൾബിൽ നിന്ന് റേസ് ഓഫ് ലൈറ്റ് എങ്ങനെയാണ് വരിക? റേസ് ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു കോണിലൂടെ ആയിരിക്കും ലൈറ്റ് പുറത്തോട്ട് വരിക. ഫിഷിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു കോണ് പോലെ ഇതുപോലെ കണ്ടോ. ഒരു 3-dimensional പിക്ചർ എടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു കോണിൽ കൂടെ ആയിരിക്കും ലൈറ്റ് പുറത്തേക്ക് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കാണുന്നത് ഒരു സർക്കുലർ അപ്പർച്ചർ ആയിരിക്കും, സർക്കുലർ പാച്ച് ഓഫ് ലൈറ്റ്. ഇങ്ങനെ കണ്ടോ, സർക്കുലർ പാച്ച് ഓഫ് ലൈറ്റ് ആയിരിക്കും കാണുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ എന്താ, മിനിമം ഡയമീറ്റർ ഓഫ് ഡിസ്ക് ആണ് വിച്ച് ഷുഡ് ബി പ്ലേസ്ഡ് ഓവർ ദ സോഴ്സ്. ഇതിന് മുകളിൽ വെക്കേണ്ട ഡിസ്കിൻ്റെ ഡയമീറ്റർ എന്തിനു വേണ്ടിയാ? ടു കട്ട് ഓഫ് ഓൾ ദ ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് വാട്ടർ. ലൈറ്റ് പുറത്തോട്ട് വരാതെ കട്ട് ഓഫ് ചെയ്യണം. ലൈറ്റ് കട്ട് ഓഫ് ചെയ്യണമെങ്കിൽ ആ ലൈറ്റ് വരുന്ന ഏരിയ കവർ ചെയ്യണ്ടേ നമുക്ക്? ലൈറ്റ് വരുന്ന ഏരിയ സർക്കുലർ പാച്ച് ആണ്. ആ സർക്കിളിൽ കൂടിയാണ് ലൈറ്റ് പുറത്തോട്ട് വരുന്നത്. ആ സർക്കിളിനെ കവർ ചെയ്താൽ ലൈറ്റ് പുറത്തോട്ട് വരില്ല, അല്ലേ? അപ്പോൾ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, d/√(n²-1). ഞാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അടുത്ത പേജിൽ എഴുതാം കേട്ടോ. n 5/3 ആണെന്ന് ഓർത്ത് വയ്ക്കുക, ഡെപ്ത് 4 ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ r = d/√(n²-1). ഇത് 4 meters ആണ്. √5/3² -1, 4/5 square 25, 3 9 -1 കഴിഞ്ഞിട്ടില്ല കേട്ടോ. റേഡിയസ് = 4/9 ഇങ്ങോട്ട് വന്നാൽ 25 - 9 എന്ന് പറയുന്നത് 16 വരും. 16/9 √16/9 എന്ന് വരും. അതായത് 4 × ഈ 9 മുകളിലേക്ക് എടുക്കാം, അല്ലേ? ഈ നിൽക്കുന്ന 9 മുകളിലേക്ക് എടുക്കാം. √9 മുകളിൽ വന്നാൽ 3 ആയിട്ട് മാറും. /16ൻ്റെ റൂട്ട് 4. ഇത് രണ്ടും കട്ട് ചെയ്താൽ 3 meters എന്ന് വരും. അപ്പോൾ റേഡിയസ് ആണ് 3 meters. അവർ ചോദിച്ചിരിക്കുന്നത് ഡയമീറ്റർ ആണ്. 2 times റേഡിയസ് എടുക്കണം, 6 meters എന്ന് ആൻസർ വരും. ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതെല്ലാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബീം ഓഫ് ലൈറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ് is incident on right-angled prism. The refractive index of material of the prism for the red, green and blue wavelengths are 1.39, 1.44, 1.47. Red, green and blue. ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എഴുതി വയ്ക്കാം കേട്ടോ. 1.39, 1.44 and 1.47. ഓർത്തിരിക്കണേ. നമുക്ക് നോക്കാം. 1.39,
1.44, 1.47. എന്താണ് ക്വസ്റ്റ്യൻ? The refractive index of material of the prism will separate the blue color part from the red and green colors, separate all the three colors from one another, not separate the three colors at all, separate the red color pattern from the green and blue colors. നമുക്ക് ഇതിനകത്തോട്ട് പോകുന്ന 3 കളറുകൾക്ക് എന്ത് സംഭവിക്കുന്ന ചോദിക്കുന്നത്, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്. നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഫിഗർ വരച്ച് കാണിക്കാം, ശ്രദ്ധിച്ച് കണ്ടോ. ഇതുപോലെ ഞാനൊരു പ്രിസം വരയ്ക്കുക, ഇതുപോലെ. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് പ്രിസം ഞാൻ വരച്ചു. ഓക്കെ, എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു റേ ഓഫ് ബ്ലൂ തന്നെ വരയ്ക്കുക. ആദ്യം ഞാൻ ബ്ലൂ ലൈറ്റ് ഇതുപോലെ വന്ന് ഹിറ്റ് ചെയ്യാം, കണ്ടോ. ബ്ലൂ ലൈറ്റ് ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്തു. ഇവിടെ ഫസ്റ്റ് സർഫസിൽ ഇത് റിഫ്രാക്ഷൻ നടക്കില്ല, നേരെ തന്നെ പോവും. കാരണം നോർമൽ ഇൻസിഡൻസിന് ബെൻഡിങ് ഉണ്ടാവില്ല, നേരെ തന്നെ പോകുമെന്ന് പഠിച്ചിട്ടുണ്ട്. അത് സെക്കൻഡ് സർഫസിൽ വന്നു. സെക്കൻഡ് സർഫസിൽ വരുമ്പോൾ ഞാൻ അവിടെ ഒരു നോർമൽ വരയ്ക്കാൻ പോവാം കേട്ടോ. ഒരു നോർമൽ വരയ്ക്കാൻ പോവാം. ഇവിടെ നോർമൽ വരച്ചു, കണ്ടോ. നമുക്ക് ആംഗിൾസ് നോക്കാവേ. ഈ ആംഗിൾ 45 എന്ന് അവർ പറയുന്നുണ്ട്. റൈറ്റ് ആംഗിൾഡ് ഐസോസെലസ് പ്രിസമാണ്. ഇത് 90 ആണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും 45 ആണ്. അത് 45 ആണെങ്കിൽ ഇത് 90 ആണെങ്കിൽ മൂന്നാമത്തെ ഈ ആംഗിൾ എത്രയായിരിക്കും? 45 ആയിരിക്കും. കാരണം ഈ കാണുന്ന ട്രയാങ്കിളിൽ സം ഓഫ് ആംഗിൾസ് 180 വരണം. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ 45 ആയി. അത് 45 ആയാൽ നെക്സ്റ്റ് ആംഗിൾ 45 ആവും. കാര്യം ഞാനിവിടെ ഈ വരച്ചിരിക്കുന്നത് നോർമലാണ്. നോർമൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90. അപ്പോൾ അതിലൊരാൾ 45 ആണെങ്കിൽ മറ്റേ ആളും എത്ര തന്നെ വരണം? 45 തന്നെ വരണം. അപ്പോൾ ഞാനിവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ 45 എന്ന് എഴുതി അല്ലേ. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ആണ്. അപ്പോൾ ഇനി നമുക്ക് കണ്ടീഷൻ പറയാം കേട്ടോ. TIR നടക്കാനുള്ള കണ്ടീഷൻ എന്താ? TIR happens if ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പഠിച്ചു. അപ്പോൾ ഞാനിവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 തന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. രണ്ടിടത്തും സൈൻ എടുത്താൽ സൈൻ 45 ഗ്രേറ്റർ ദാൻ സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2, സൈൻ സി എന്ന് പറഞ്ഞാൽ 1/n. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ പോലെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി സിമ്പൽ റിവേഴ്സ് ചെയ്യണം. നമുക്ക് എന്താ മനസ്സിലായെന്നറിയോ? n ഗ്രേറ്റർ ദാൻ √2. ഇപ്പോൾ കിട്ടിയത് n ഗ്രേറ്റർ ദാൻ √2 ആണ്. അങ്ങനെയുള്ള കളേഴ്സിനെല്ലാം എന്ത് നടക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. n ഗ്രേറ്റർ ദാൻ √2 ഞാൻ ഈ റൈറ്റ് സൈഡിൽ എഴുതാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയാം ഞാൻ, n ഗ്രേറ്റർ ദാൻ √2. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്, n ഗ്രേറ്റർ ദാൻ √2 വന്ന കളേഴ്സൊക്കെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. TIRൻ്റെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി n ലെസ് ദാൻ √2 വരുന്ന കളേഴ്സോ, അതിനൊക്കെ പിന്നെ ഒരു ഓപ്ഷൻ റിഫ്രാക്ഷനാണ്. റിഫ്രാക്ഷൻ നടക്കണം. അപ്പോൾ n ഗ്രേറ്റർ ദാൻ √2 വരുന്ന കളറ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും n ലെസ് ദാൻ √2 വരുന്ന കളറ് റിഫ്രാക്ഷനും നടക്കണം. √2 എന്ന് പറഞ്ഞാൽ 1.414 ആണ്. അതിനേക്കാളും കൂടുതൽ വരുന്ന ആരൊക്കെയാ നോക്കിക്കേ, ഇവർ രണ്ടുപേരും ഗ്രേറ്റർ ദാൻ 1.414 ആണ്. n ഗ്രേറ്റർ ദാൻ √2 ആണ് ഇവർ രണ്ടുപേരും, കണ്ടോ. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേർക്കും എന്തായിരിക്കും നടക്കുക? TIR ആയിരിക്കും നടക്കുക. നേരെ മറിച്ച് റെഡ് നോക്കിക്കേ, റെഡിന് n ലെസ് ദാൻ √2 ആണ് അല്ലേ. √2ൻ്റെ വാല്യൂ 1.414 ആണ്. പക്ഷേ ഇവിടെ 1.39 ഉള്ളൂ, കുറവല്ലേ. അപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് എന്താ? റിഫ്രാക്ഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ ഇതാണ്, റെഡിന് റിഫ്രാക്ഷനും മറ്റേ രണ്ട് കളറിനും റിഫ്ലക്ഷനും. നമുക്ക് നോക്കാവേ. റെഡിന് റിഫ്രാക്ഷനും മറ്റേ രണ്ട് കളറിന് റിഫ്ലക്ഷനും. ബ്ലൂ ഇങ്ങനെ വന്നു, ബ്ലൂവിന് റിഫ്ലക്ഷൻ നേരെ താഴേക്ക് വന്നു, കണ്ടോ. ബ്ലൂവിന് റിഫ്ലക്ഷൻ. ഇനി ഗ്രീൻ നമുക്ക് നോക്കാം. ഗ്രീൻ ഇങ്ങനെ വന്നു, ഗ്രീനും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ തന്നെ. ഓക്കെ, റെഡിന് മാത്രമേ റിഫ്രാക്ഷൻ, നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞേ, റെഡിന് മാത്രമേ റിഫ്രാക്ഷൻ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ റെഡിൻ്റെ റിഫ്രാക്ഷൻ നമുക്ക് നോക്കാവേ. റെഡ് എടുക്കട്ടെ ഞാൻ, സെക്കൻഡ്. റെഡിന് മാത്രം റിഫ്രാക്ഷൻ നടക്കും. റെഡ് ഇവിടെ വന്നിട്ട് താഴോട്ട് പോരില്ല, പകരം റിഫ്രാക്ഷൻ നടന്നിങ്ങനെ പോകും, കണ്ടോ. ഇവിടെ നമുക്ക് എന്താ മനസ്സിലാവുന്നറിയോ? രണ്ട് കളറ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും, ഒരു കളറ് റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ ദ പ്രിസം വിൽ സെപ്പറേറ്റ് ബ്ലൂ കളർ, അതല്ല, ഫ്രം റെഡ് ആൻഡ് ഗ്രീൻ അല്ല. സെപ്പറേറ്റ് ഓൾ ദ 3 കളേഴ്സ് ഫ്രം വൺ അനദർ അല്ല. നോട്ട് സെപ്പറേറ്റ് 3 കളേഴ്സ് അറ്റ് ഓൾ അല്ല. സെപ്പറേറ്റ് ദ റെഡ് കളർ പാർട്ട് ഫ്രം ദ ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ്. ശരിയാ, റെഡിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തു, കണ്ടോ, ഫ്രം ഗ്രീൻ ആൻഡ് ബ്ലൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് കേട്ടോ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്.
വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. സോ മെനി ടൈംസ്, പല പ്രാവശ്യം എക്സാമിനേഷനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റൻ നോക്കാം നമുക്ക്. എ സ്മോൾ കോയിൻ ഇസ് റെസ്റ്റിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് എ ബീക്കർ ഫിൽഡ് വിത്ത് ലിക്വിഡ്. എ റേ ഓഫ് ലൈറ്റ് ഫ്രം ദ കോയിൻ ട്രാവൽസ് അപ് ടു ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ആൻഡ് മൂവ്സ് എലോങ് ദ സർഫസ്. ഞാൻ ആ പാത്ത് ഒന്ന് വരയ്ക്കാവേ. റേ ഇങ്ങനെ വന്നു, കണ്ടോ, ഇവിടെ വരെ വന്നിട്ട് റേ ഇങ്ങനെ പോവാം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ നടന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണെന്നും ഈ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്നും, അല്ലേ? ഈ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്ന് മനസ്സിലായി. ഇനി ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിലേ ഇതും ക്രിട്ടിക്കൽ ആംഗിളാണ്. എന്താ കാര്യം എന്ന് പറയാമോ? ദേ ഈ ലൈനും പാരലലാണ്, ഇതതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഞാൻ ഇതിൽ നിന്ന്, ഈ ട്രയാങ്കിളിൽ നിന്ന് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ ഹൈപ്പോട്ന്യൂസ് എഴുതുക. ഇവിടെ ഇത് 3 ആണേ, ഈ കാണുന്നത് 3, ഈ കാണുന്നത് 4. ബേസ് 3, ആൾട്ടിറ്റ്യൂഡ് 4. അപ്പോൾ നമുക്കൊന്ന് ഹൈപ്പോട്ന്യൂസ് എഴുതാം. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, √25 എന്ന് വരും, 5 എന്ന് കിട്ടും. എന്തിനാണെന്നറിയാം ഞാൻ ചെയ്തേ? ഞാനിവിടെ ഒന്ന് സൈൻ സി കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാൻ പോകാം കേട്ടോ. സൈൻ സി എന്താ? ഓപ്പോസിറ്റ് സൈഡ്. സൈൻ സി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. സൈൻ സി എന്ന് പറയുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് 3/5 ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് സൈൻ സിയെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ സി നമുക്കറിയാം 1/n ആണ്. 1/n എന്ന് പറയുന്നത് 3/5. സൈൻ സി ആദ്യം ഞാൻ എഴുതി. സൈൻ സി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൽ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് 3/5. സൈൻ സിയെ ഞാൻ 1/n എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ n എത്രയായിരിക്കും? റെസിപ്രോക്കൽ എടുത്താൽ മതി, 5/3. എന്താ ക്വസ്റ്റ്യൻ? എ റേ ഓഫ് ലൈറ്റ് ട്രാവൽസ്, ഹൗ ഫാസ്റ്റ് ഈസ് ദ ലൈറ്റ് ട്രാവലിംഗ്? ലൈറ്റിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? c/v എന്ന് എഴുതാം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഓർക്കണം, ഈ സിയും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ക്രിട്ടിക്കൽ ആംഗിളാണ്, ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റാണ്. ഇത് ക്രിട്ടിക്കൽ ആംഗിളും ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റുമാണ്. അത് ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു വന്നത്. c/v 5/3 എന്ന് കിട്ടി കേട്ടോ. ഓർമ്മ വേണേ, c/v 5/3 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് v ആ. റൈറ്റിലോട്ട് കൊണ്ടുപോകാം. 3 ലെഫ്റ്റിലോട്ട് വരട്ടെ. 3/5 ഇൻറ്റു c എന്ന് വന്നു. 3/5 ഇൻറ്റു സിയുടെ വാല്യൂ 3 × 10⁸ ആണ്. ഇവിടെ 9/5 എന്ന് വരും. 1.8 ഇൻറ്റു 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് വരും. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. നീറ്റ് എക്സാമിനേഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കാം നമുക്ക്. ഇതും പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. വായിച്ച് നോക്കാം. എ ലൈറ്റ് റേ enters through a right angled prism at point P with the angle of incidence 30 as shown in the figure. It travels through the prism parallel to the base BC and emerges along the face AC. The refractive index of the prism is. ഇപ്പോൾ ഇവിടെ 1-2 കാര്യങ്ങൾ അറിയണം. ആദ്യം തന്നെ ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. ഈ ആംഗിൾ 90 ആണ്, അല്ലേ? അവർ തന്നിട്ടുണ്ട്, ഇതാ ഇവിടെ 90 എന്ന്. പിന്നെ ഇത് ഓൾറെഡി 90 ആണ്, അത് നോർമലായി വരച്ചിരിക്കുന്നത്, അപ്പോൾ അത് 90 ആണ്. പിന്നെ ഇതും 90 ആണ്, കാരണം ഇത് നോർമലാണ് വരച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കണം? 90 ആയിരിക്കണം. കാരണം ഈ ക്വാഡ്രിലാറ്ററൽ കണ്ടോ? ആ ക്വാഡ്രിലാറ്ററിൽ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 360 വരണം. അതിൽ ഒരാൾ 90, അടുത്ത ആൾ 90, അടുത്ത ആൾ 90, അപ്പോൾ 270 ആയി. ഇനി 4-മത്തെ ആൾ 90 പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ആംഗിളിൽ നിന്ന് എഴുതി കേട്ടോ, 90 എന്ന് എഴുതി. ഞാൻ ഇതിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുവാണേ. അങ്ങനെയാണെങ്കിൽ ഇതെത്രയായിരിക്കണം? 3-മത്തെ ഈ ആംഗിൾ എത്രയായിരിക്കണം? ഈ ആംഗിള് 90 - r ആയിരിക്കണം. എന്താ കാര്യം? ഈ കാണുന്ന ട്രയാങ്കിളിൽ സം ഓഫ് ആംഗിൾസ് 180 വരണം. അത് എപ്പോഴേ വരുള്ളൂ? ഒരാൾ 90 ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇയാൾ. പിന്നെ ഒരാൾ 6 വന്നു കഴിഞ്ഞു, ഇയാൾ. കണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3-മത്തെ ആൾ 90 - r വന്നാലേ ഇവിടുത്തെ 6 കട്ട് ചെയ്തിട്ട് ടോട്ടൽ 180 വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് 90 - r എന്ന് കിട്ടി. ഈ ആംഗിളിനെ നമ്മളൊരു പേര് വിളിക്കും. എന്താണെന്നറിയോ? ഇത് ക്രിട്ടിക്കൽ ആംഗിളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നത് ക്രിട്ടിക്കൽ ആംഗിളാണ്. എന്താ ക്രിട്ടിക്കൽ ആംഗിൾ ആവാൻ കാരണം? നോക്കിക്കേ, ഇവിടെ റേ ഗ്രേസ് ചെയ്യുക ചെയ്യുന്നത്. റേ ഗ്രേസ് ചെയ്യുക, കണ്ടോ? റേ ഇവിടെ അത് കഴിയുമ്പോൾ ഇങ്ങനെ വന്ന് റേ ഗ്രേസ് ചെയ്താണ് പോകുന്നത്, കണ്ടോ? ഇത് 90 ആണ്. അപ്പോൾ ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ.
ആദ്യം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ഇവിടെ സൈൻ സി ഈസ് ഈക്വൽ ടു 1/n കൊടുക്കും, ഇവിടെ സ്നെൽസ് ലോ കൊടുക്കും, കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ സൈൻ സി ഈസ് ഈക്വൽ ടു 1/n കൊടുത്ത് നോക്കാവേ. സൈൻ സി പറഞ്ഞേ, സൈൻ ഓഫ് സി എത്രയാണ് അവിടെ 90 മൈനസ് 6, അത് 1/n ആണ്. സൈൻ സി ഈസ് ഈക്വൽ ടു 1/n ആണ്. സൈൻ സി നമ്മൾ പഠിച്ച ആദ്യം സൈൻ 90 മൈനസ് 6നെ ക്ലാസ് 10 ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നുണ്ട് കോസ് ആർ എന്ന്. അത് ഇക്വേഷൻ നമ്പർ 1 ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ ഈ സർഫസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ പോവാം. നമ്മൾ പല പ്രാവശ്യം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു, ഞാൻ പറയാം കേട്ടോ. സൈൻ ഓഫ് റെയറർ മീഡിയം ആംഗിൾ ബൈ സൈൻ ഓഫ് ഡെൻസർ മീഡിയം ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ റെയറർ മീഡിയം ആംഗിൾ 30യും ഡെൻസർ മീഡിയം ആംഗിൾ 6ഉമാണ്. കണ്ടോ ഈ സർഫസിൽ? അപ്പോൾ റെയറർ മീഡിയം ആംഗിൾ ന്യൂമറേറ്ററിലും ഡെൻസർ മീഡിയം ആംഗിൾ ഡിനോമിനേറ്ററിലും. ക്രോസ് മൾട്ടിപ്ലൈ നോക്കാം കേട്ടോ. സൈൻ ആർ ഇസ് ഈക്വൽ ടു, ഇത് അങ്ങോട്ടും അതിങ്ങോട്ടും വരും, സൈൻ 30 ഡിവൈഡഡ് ബൈ എൻ. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, 1/2/n. ഇത് സൈൻ ആർ ആണ് കേട്ടോ. അപ്പോൾ എനിക്കൊന്നുകൂടെ ഞാൻ സൈൻ ആർ എടുത്തെഴുതാം. സൈൻ ആർ എന്ന് പറഞ്ഞാൽ ഈ 2 താഴോട്ട് എടുത്തെഴുതിയാൽ 1/2n എന്ന് കിട്ടി, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എനിക്ക് സൈൻ ആറും കിട്ടി കോസാറും കിട്ടി. കോസാർ 1/n, സൈൻ ആർ 1/2n. പഴയ സെയിം ഓൾഡ് മെത്തേഡ് എന്താ? സൈൻ സ്ക്വയർ ആർ പ്ലസ് കോസ് സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു 1. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. സൈൻ ആറിന് 1/2n ദ ഹോൾ സ്ക്വയർ, കോസ് ആറിന് 1/n ദ ഹോൾ സ്ക്വയർ. അത് കൊടുത്ത് നോക്കാം കേട്ടോ. 1/2n ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/n ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇത് 1/4n സ്ക്വയർ പ്ലസ് 1/n സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. 4n സ്ക്വയർ LCM എടുത്താൽ ഇവിടെ 1 വരും, പ്ലസ് ഇവിടെ 4 വരും, ഇസ് ഈക്വൽ ടു 1. അപ്പോൾ 5/4n സ്ക്വയർ എന്ന് പറയുന്നത് 1 വരും. n സ്ക്വയർ വലത്തോട്ട് എടുക്കുക കേട്ടോ. n സ്ക്വയർ ഇസ് ഈക്വൽ ടു 5/4 എന്ന് വരും. n ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് എടുത്താൽ സ്ക്വയർ റൂട്ട് ഓഫ് 5, 4ൻ്റെ റൂട്ട് എടുത്താൽ 2. റൂട്ട് 5/2 എന്ന് ആൻസർ വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷേ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, റൈറ്റ്. ഇവിടെ ഈ സർഫസിൽ റെക്ടാങ്കുലർ സർഫസ് ഗ്ലാസ് ലാബ് ABCD ഈസ് സറൗണ്ടഡ് ബൈ ട്രാൻസ്പെറൻറ്റ് ലിക്വിഡ് ആസ് ഷോൺ ഓൺ ദ ഫിഗർ. എ റേ ഓഫ് ലൈറ്റ് ഇസ് ഇൻസിഡൻറ്റ് ഓൺ ഫേസ് AB at an angle such that it is refracted out of grazing the surface AB. Find the value of angle I. അപ്പോൾ ഇവിടെ ആംഗിൾ I ആ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഈ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കാം കേട്ടോ. ഇവിടെ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ് ലാബ്. ഓക്കെ, ഇങ്ങനെ ഗ്ലാസ് ലാബ് വരച്ചു. ഒരു റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്തു, ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്തു, പിന്നെ അത് ഇങ്ങോട്ട് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു. അല്പം കൂടി വിൻഡ് ചെയ്ത് വരയ്ക്കട്ടെ കേട്ടോ. ഹിറ്റ് ചെയ്തു, എന്നിട്ട് ഇവിടെ അത് ഗ്രേസ് ചെയ്ത് ഇങ്ങനെ പോവുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഗ്രേസ് ചെയ്ത് പോവാം. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോർമൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് അല്ലേ. ഇവിടെ നോർമൽ വരച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ആംഗിൾ 6 ആണ് കേട്ടോ, 6 ആണ്. അപ്പോൾ ഇവിടെ ഇത് 6 ആണെങ്കിൽ ഈ നിൽക്കുന്ന എത്രയായിരിക്കും? ഈ നിൽക്കുന്നത് 90 - 6 ആയിരിക്കും. കാരണം നോക്കിക്കേ, ഇത് 90 ആണ്, അതിൽ ഒരെണ്ണം 6 ആണെങ്കിൽ മറ്റത് 90 - 6 ആണ്. 90 - 6 ആണ്. അപ്പോൾ ഇത് 90 - 6 ആണ്. ഞാനവിടെ എഴുതാം കേട്ടോ. 90 - 6. ഇത് ഓൾറെഡി 90 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 6 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്ര വരണം? 90 - 6 വരണം. കാരണം ഇവിടെ ഇത് 90 ആയതുകൊണ്ട് ഒരെണ്ണം 6 വന്നാൽ അടുത്ത 90 - 6 വന്നേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേറെ ടെക്നിക്കുണ്ട്. ഇങ്ങനെ ചെയ്താലും മതി. ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് 6 ആണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നേരെ ഇതിങ്ങനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് 90 ആണല്ലോ. അപ്പോൾ ഇത് 90യും ഇത് 6ഉം വന്നാൽ മൂന്നാമത്തെ ആംഗിൾ എത്ര വരണം? 90 - 6 വരണം. കണ്ടോ, 6ഉം 90 - 6ഉം 90യും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുക. ശരിയല്ലേ? അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ കാണുന്ന ട്രയാങ്കിളിലേ ഇത് 6 ആണെങ്കിൽ ഇത് 90 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ 90 - 6 ആയിരിക്കണം. ഈ ആംഗിളിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. 90 - 6 ആണ് ക്രിട്ടിക്കൽ ആംഗിൾ കേട്ടോ. ഓർമ്മ വേണേ, 90 - 6 ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. കാരണം ഇവിടെ TAR നടന്നിരിക്കുന്നത്.
നോക്കിയേ, റേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതിന് പകരം റേ എന്ത് ചെയ്തു, ഇങ്ങനെ വന്നിട്ട് ഗ്രേസ് ചെയ്ത് പോയി. കണ്ടോ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സർഫസിൽ സൈൻ സി ഈക്വൽ ടു 1/n കൊടുക്കാം. പറഞ്ഞേ, എന്താ വരിക? സൈൻ ഓഫ് 90 മൈനസ് ആർ ഇസ് ഈക്വൽ ടു 1/n. അങ്ങനെയല്ലേ? സൈൻ സി എന്ന് പറയുന്നത് ഇവിടെ 90 മൈനസ് ആർ ആണ്. സൈൻ സി ഇസ് ഈക്വൽ ടു 1/n. സൈൻ 90 മൈനസ് ആർ ഇസ് ഈക്വൽ ടു 1/n. സൈൻ 90 മൈനസ് ആർ എന്ന് പറയുന്നത് ആസ് ഓൾവേസ് കോസ് എൻ ആണ് കേട്ടോ. കോസ് എൻ ഇസ് ഈക്വൽ ടു 1/n എന്ന് വരും അല്ലേ? സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആണല്ലോ. അപ്പോൾ കോസ് എൻ എന്ന് വരും. അതൊന്നാമത്തെ ഇക്വേഷൻ. കോസ് ആർ ഇസ് ഈക്വൽ ടു 1/n എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ ഈ സർഫസിലോട്ട് ഞാൻ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ പോവാം. സൈൻ ഓഫ് ഐ ബൈ സൈൻ ഓഫ് ആർ, റെയർ മീഡിയം ആംഗിൾ ബൈ ഡെൻസർ മീഡിയം ആംഗിൾ. ഇത് റെയർ മീഡിയം ആംഗിൾ, ഇത് ഡെൻസർ മീഡിയം ആംഗിൾ കേട്ടോ. സൈൻ ഓഫ് ഐ ബൈ സൈൻ ഓഫ് ആർ എന്ന് പറയുന്നത് എൻ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ നോക്കാം. സൈൻ ആർ എന്ന് പറയുന്നത് ഇത് അങ്ങോട്ട് പോകും, അത് ഇങ്ങോട്ട് പോകും. 1/n സൈൻ ഐ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2 അല്ലേ? 1 സൈൻ ഐ എന്ന് വരും. ഓക്കെ ഓക്കെ, നമുക്കിതിനെ ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്ത് നോക്കാം. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് നോക്കാം. സൈൻ സ്ക്വയർ ആർ പ്ലസ് കോസ് സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു 1. എൻ തന്നിട്ടുണ്ട്, ഞാൻ നേരിട്ട് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനെത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്ലാസിൻ്റെത് 1.5, അതായത് 3/2. ലിക്വിഡിൻ്റെത് 1.25. 1.25 എന്ന് പറഞ്ഞാൽ 5/4. ഞാൻ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെ പോവാം അല്ലേ? അതാണ് നല്ലത്. ഓക്കെ, ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. അപ്പം സൈൻ 90 മൈനസ് ആർ എന്ന് പറയുന്നത് കോസ് ആർ ആണ്. 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഇവിടെ 3/2, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ് അല്ലേ 3/2. ഗ്ലാസിൻ്റെ 1.5, ലിക്വിഡിൻ്റെത് 1.25, 5/4. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ലിക്വിഡ് ആകുമ്പോഴോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ് 3/2/5/4. ഇത് 3 മുകളിലേക്ക് പോകുമ്പം 12/10, 12/10 അല്ലെങ്കിൽ 6/5. ഇപ്പോൾ ഇതെടുക്കുമ്പോൾ 6/5 എന്ന് വരും. അപ്പം കോസ് ആർ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 5/6 എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ പ്രൊസീജിയർ എന്താ? ഇവിടെ സ്നെൽസ് ലോ കൊടുക്കുക. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലേ? അല്ലെങ്കിൽ സൈൻ ഓഫ് റെയർ മീഡിയം ആംഗിൾ ടു സൈൻ ഓഫ് ഡെൻസർ മീഡിയം ആംഗിൾ. ഇവിടെ റെയർ മീഡിയം ആംഗിൾ ഐയും ഡെൻസർ മീഡിയം ആംഗിൾ ആറും ആണ് കേട്ടോ. ഐയും ആറും. ഓക്കെ, സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എൻ. എൻ എത്രയാണ് പറഞ്ഞത്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ 6/5 എന്ന്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. 6/5 ഇക്വേഷൻ നമ്പർ 2. സൈൻ ഐ ബൈ സൈൻ ആർ. ഓക്കെ, ഇതിൽ നിന്ന് സൈൻ ആർ എടുക്കാം നമുക്ക്. സൈൻ ആർ എന്താ? സൈൻ ആർ വരുന്നേ സൈൻ ആർ. ഓക്കെ, ഞാൻ ഇവിടെ അത് ഇക്വേഷൻ ആക്കുന്നില്ല. സൈൻ ആർ എന്ന് എടുക്കാം കേട്ടോ. സൈൻ ആർ ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5 ലെഫ്റ്റിലോട്ട് പോരും, 6 ലെഫ്റ്റിലോട്ട് പോരും, 5/6 സൈൻ ഐ എന്ന് വരും. ഇനി പഴയ പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ സൈൻ സ്ക്വയർ ആർ പ്ലസ് കോസ് സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു 1 വരും. ഇപ്പോൾ എത്രയാ? സൈൻ സ്ക്വയർ ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ എഴുതാം കേട്ടോ. 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36 സൈൻ സ്ക്വയർ ഐ പ്ലസ് കോസ് സ്ക്വയർ ആർ ഇതിൻ്റെ സ്ക്വയർ 5/6ൻ്റെ സ്ക്വയർ എത്രയാ? 25/36 ഇസ് ഈക്വൽ ടു 1 വരും. അപ്പം 25/36 സൈൻ സ്ക്വയർ ഐ എന്ന് പറയുന്നത് 1 - 25/36 ആണ് കേട്ടോ. സിംപ്ലിഫൈ ചെയ്താൽ ഞാൻ അവിടെ സ്ഥലമില്ല കേട്ടോ, ഇവിടെ എഴുതാവേ. 25/36 സൈൻ സ്ക്വയർ ഐ എന്ന് പറയുന്നത് ഇവിടെ LCM എടുത്താൽ 36 ഇവിടെ വരും. 36 25 പോകുമ്പോൾ 11, 11/36 എന്ന് വരും. ഇവിടെ കോമൺ ടേംസ് 36 രണ്ടിടത്തും കട്ട് ചെയ്താൽ നമുക്ക് ഫൈനലി സൈൻ സ്ക്വയർ ഐ എന്ന് പറയുന്നത് 11/25 എന്ന് കിട്ടും. ഈ കാണുന്ന 25 താഴേക്ക് പോയതാ. ഓക്കെ, അപ്പോൾ സൈൻ ഐ നേരിട്ട് എഴുതാമല്ലോ. സൈൻ ഐ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 11, 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 എന്ന് കിട്ടും. അപ്പോൾ സൈൻ ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 11/5 ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസാണ് ചോദിക്കുന്നത്.
ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് √11/5 എന്ന ആൻസർ വരും. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ പാർട്ട് 2 കംപ്ലീറ്റഡ് ആയി. ഇനി ഒരു ചെറിയൊരു സെഷൻ കൂടി, ഒരു 3-4 ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ പാർട്ട് 3 ചെയ്യാം. അപ്പോൾ സീ യു അഗെയിൻ ഇൻ പാർട്ട് 3.